ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ദൈവമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രയർ ഈസ് യുണൈറ്റിംഗ് അസ് വിത്ത് ദ ലോർഡ്. ദൈവമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ നിമിഷങ്ങളിൽ ആത്മാർത്ഥതയോടെ, ഹൃദയ പരമാർത്ഥത്തോടെ ദൈവത്തെ വിളിക്കുക. എന്തെല്ലാം കുറവുകളുണ്ടോ അതൊക്കെ ചോദിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-5 വചനങ്ങളൊക്കെ അതല്ലേ പറയുന്നത്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ കർത്താവ് തരും. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മൾ നമ്മുടെ അപ്പനോടല്ലേ ചോദിക്കുന്നത്. അവൻ തന്റെ സമ്പന്നതയിൽ നിന്നും ഈശോ വഴി നമുക്കുള്ള എല്ലാം തരുമെന്നല്ലേ പറഞ്ഞത്. ആവശ്യമുള്ളതൊക്കെ ഇപ്പൊ നമ്മുടെ അപ്പനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അവരാ നമുക്ക് തരും. എന്തെല്ലാം കുറവുകളുണ്ടോ ചോദിക്കേ. ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് യാചിച്ചും ചോദിച്ചും സ്നേഹിച്ചൊക്കെ ഈ നിമിഷങ്ങൾ ചെലവഴിക്കാം. അതുകൊണ്ട് ചോദിക്കുമ്പോൾ കുറവുള്ളത് എവിടെയൊക്കെയാണ് കുറവുള്ളത് അതൊക്കെ ചോദിക്കുക. കുടുംബത്തിൽ സമാധാനം കുറവുള്ളവരുണ്ടോ ചോദിക്കുക. എന്നിട്ട് പറ, തമ്പുരാനെ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, എൻ്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല. സമാധാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കാൻ പറ. സ്വസ്ഥത കൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തെ നിറയ്ക്കാൻ പറ. ഇനി മക്കൾക്ക് ജ്ഞാനം കുറവുണ്ടോ? നമ്മുടെ മക്കൾക്ക് ദൈവവചനത്തിന്റെ ജ്ഞാനം കുറവുണ്ടോ ചോദിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾക്ക് ജ്ഞാനം നൽകണമേ, നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ദൈവിക ജ്ഞാനം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. അങ്ങനെ പാപരഹിത ജീവിതം, അതായത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങള് പക്ഷെ സ്നേഹത്തിൽ കുറവുള്ളവരുണ്ടോ? സ്നേഹിക്കാൻ പറ്റാത്തവർ. പക്ഷെ നമ്മുടെ അവസ്ഥ ആയിരിക്കും അത്. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെ നമ്മുടെ കുടുംബത്തിലുള്ള പലർക്കും നമ്മെ സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ നമ്മുടെ കുറവാകാം, പക്ഷെ അവരെന്റെ കുറവാകാം, എന്തു ആകട്ടെ. ആ കുറവിനെ, സ്നേഹക്കുറവിനെ കർത്താവിന് കൊടുക്കുക. പരിപൂർണമായി നമ്മെ സ്നേഹിച്ച കർത്താവിനോട് ആ സ്നേഹത്തിന്റെ കുറവ് നികത്തിത്തരാൻ പറ. ക്ഷമിക്കാനുള്ള കുറവായിരിക്കും നമുക്കുള്ളത്. ബാക്കി എല്ലാ മേഖലയിൽ പെർഫെക്റ്റ് ആകാം. വിശുദ്ധ ജീവിതമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിപ്പോക്കുണ്ട്, റെഗുലർ കുമ്പസാരമുണ്ട്, ബൈബിൾ വായനയുണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ക്ഷമിക്കാൻ പറ്റണില്ല. ക്ഷമയുടെ മേഖലയിൽ നമുക്കൊരു കുറവുണ്ട്. ചോദിക്കേ, തമ്പുരാനോട് യാചിക്കുക. തമ്പുരാനെ, എനിക്ക് ഈ വിഷയത്തിലൊരു കുറവുണ്ട്, ഈ കുറവ് നീ നികത്തി തരാൻ പറ. പക്ഷെ ജോലി മേഖലയിൽ അസ്വസ്ഥതകളുണ്ടാകും. ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ തന്നെ വിചാരിക്കും. പഠിച്ചിട്ടും ഒരു ജോലി ഇല്ലാത്ത അവസ്ഥ, വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കിട്ടാത്ത അവസ്ഥ. അതോടെ മനസ്സ് തളർന്ന് ജീവിതം ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശയിലേക്കൊക്കെ പോയവരുണ്ടാകും. തമ്പുരാനോട് യാചിച്ച് ചോദിച്ച് ഒക്കെ പ്രാർത്ഥിക്കും. തമ്പുരാനെ, ഒരു ജോലി കുറവുണ്ട്, എനിക്ക് നികത്തി തരാൻ പറ. വിവാഹം കഴിഞ്ഞതാകാം, വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരാകാം, പ്രായമായിട്ടും വിവാഹത്തിന് മേലൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവര്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല, അതൊരു കുറവാണ് അല്ലേ. നികത്തി തരാൻ പറ. തമ്പുരാനോട് പറ, ഒരു കുഞ്ഞിനെ തരാൻ പറ. വരുമാന മാർഗങ്ങളിലൊക്കെ ഒത്തിരി കുറവുകളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ ഒത്തിരി കുറവുകളുള്ളവരുണ്ടാകും. ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കടബാധ്യതയുടെയും ജപ്തി നോട്ടീസിന്റെയും ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്തതിന്റെ ഭാരവും, അങ്ങനെ കടം മേടിച്ചവരൊക്കെ വന്ന് ചുറ്റും നിന്നിങ്ങനെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകളും പരിഹാസങ്ങളും കഠിന പ്രയോഗങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഭയങ്കരമായൊരു ഭാരം ചങ്കിലുണ്ടാകാം. നമുക്ക് നികത്താൻ പറ്റുന്ന കുറവാണെങ്കിൽ നമ്മൾ നികത്തില്ലേ? ഇതിനകം നികത്തിയല്ലോ, നമ്മളത് കേട്ട് നിൽക്കില്ലല്ലോ. നമുക്ക് പറ്റാത്ത വിഷയമാകാം. തമ്പുരാനോട് പറ, തമ്പുരാനെ കുറവ് നികത്തി തരാൻ. സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരു നിമിഷം മതി. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കുറവുണ്ടോ? പറ്റണില്ലേ? ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം പറ്റുന്നില്ല. എന്തൊക്കെയാ കുറവുള്ളേ? തമ്പുരാനോട് പറ. ദൈവത്തോടല്ലാതെ മറ്റാരോടെ നമ്മുടെ വിഷമങ്ങൾ പറയുക? ദൈവത്തിന്റെ മുമ്പിലല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ എവിടെ ഇറക്കി വെക്കുക?
സങ്കീർത്തകൻ പറഞ്ഞ കേട്ടില്ലേ നമ്മള്? എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ ആശ്വാസം കണ്ടെത്തിയത് എൻ്റെ ദൈവത്തിലും അവൻ്റെ വചനത്തിലും വാഗ്ദത്തത്തിലുമാണെന്ന്. അപ്പൊ നമുക്ക് സങ്കടം വരുമ്പോ, നമുക്ക് വേദന വരുമ്പോ, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ വേറെ എവിടെയാണ് നമുക്ക് ഇറക്കി വെക്കാനുള്ളത്? മറ്റാരുടെ മുമ്പിലാണ് നമുക്ക് ഇറക്കി വെക്കാൻ? നമുക്ക് ദൈവം ഉണ്ടല്ലോ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. കർത്താവിന്റെ മുമ്പിലേക്ക് പറ, തമ്പുരാൻ ഇതാണ് എൻ്റെ അവസ്ഥ, പച്ചയായ ജീവിതത്തിന്റെ അവസ്ഥയാണ്. അല്ലെ, ശരീരത്തിന് ആരോഗ്യക്കുറവുണ്ട്, രോഗമാണ്. ഇപ്പോൾ ശിരസ് മുതൽ പാദം വരെ എല്ലാ അവയവങ്ങളിലും തന്നെ രോഗമായി. നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ പെട്ടെന്നാണ് രോഗം വന്ന് പിന്നെ അങ്ങോട്ട് അടിക്കടി രോഗങ്ങളാണ്. തമ്പുരാനോട് പറഞ്ഞേ, തമ്പുരാനെ എൻ്റെ ശരീരത്തിന് ജീവൻ തരാൻ പറ, സൗഖ്യം തരാൻ പറ. നമുക്കിങ്ങനെ ഒരു ദൈവം ഉണ്ടല്ലോ, എല്ലാം പറയാൻ പറ്റുന്ന, എല്ലാം പങ്കുവെക്കാൻ പറ്റുന്ന, നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന, നമ്മുടെ ഭാരം ഇറക്കാൻ പറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. ഇറക്കി വെക്കാൻ പറ്റുന്നതിന് കാരണം ഈ കർത്താവ് നമ്മളെ കേൾക്കുന്നും നമ്മെ താങ്ങുന്നും നമ്മെ സഹായിക്കുന്നു ഒക്കെയുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുള്ളതല്ലേ, ഉള്ളത് കൊണ്ടല്ലേ. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ട്. ഉണ്ട്, നിന്റെ കുറവുകളിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവം, നിന്റെ ഇല്ലായ്മകളിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു കർത്താവ്, മാനുഷികമായ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനും സാധ്യമാക്കി തരാനും കഴിവുള്ളവനായ ദൈവം ഇതാ നമ്മോട് കൂടെ. തമ്പുരാനെ, എനിക്കറിയില്ല എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എൻ്റെ ജീവിതം അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഇതൊക്കെ ഏതറ്റം വരെ പോകുന്നു പോലും. അത്രമാത്രം വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാ കർത്താവെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നീ സഹായിക്കണം, നീ സഹായിക്കണം. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ദൈവമേ നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മൂകതയുടെ ദേശത്തെത്തുമായിട്ട് മരിച്ചു പോവായിരുന്നു. നീ എന്നെ കൃത്യസമയത്ത് സഹായിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇന്നലകളിൽ ഐസിയുടെ നടുവിൽ കടന്നിട്ട് ഇന്ന് ജീവനോടിരിക്കുന്നവർ ഇന്നത്തുണ്ടല്ലോ. ഇന്നലകളിൽ വെന്റിലേറ്ററിലേക്ക് കടന്നുപോയിട്ട് ഇന്നും ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ദൈവം നിന്നെ നിർത്തിയില്ലേ? ദൈവമേ, ഇന്നലകളിൽ നീ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പണ്ടേ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു. സത്യമല്ലേ അത്? സത്യമല്ലേ? അതുകൊണ്ട് മക്കളെ, എന്തെല്ലാം കുറവുണ്ടോ തമ്പുരാനോട് ചോദിക്കുക. ഒരു മടിയില്ല നമ്മുടെ ദൈവത്തിന് നമ്മളെ സഹായിക്കും. അപ്പനോട് മക്കൾ ചോദിക്കുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ അപ്പം കൊടുക്കുകയല്ലേ? കയ്യിലുണ്ടെങ്കിൽ അപ്പൻ മക്കൾക്ക് കൊടുക്കില്ലേ? പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് മാതാപിതാക്കള് ഇപ്പൊ അതില്ല, തരാനില്ല, ഇല്ലാത്തത് കൊണ്ടാണ് പലതിനോട് നോ പറയുന്നത്. നമ്മുടെ അപ്പന്റെ കയ്യിൽ, സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്. അതിന്റെ പൂർണ്ണതയിലുണ്ട്, സമ്പന്നതയിലുണ്ട്. നീ ചോദിച്ച വാരിക്കോരി തരും. അമർത്തി കുലിക്ക് നിന്റെ മടിയിൽ ഇട്ടു തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. അത് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളുടെ കുറവുകളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ നിരാശാജനകമായ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങൾ മനുഷ്യരാരിലും ആശ്രയിക്കുന്നു, നിന്നിൽ മാത്രം ഇതാ ഈ നിമിഷം ഞങ്ങളുടെ ആശ്രയത്വം ഉറപ്പിക്കുന്നു. ദൈവമേ, നിനക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ വീഴ്ചകളിലും നീ കൂടെ നിൽക്കുന്നല്ലോ. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും നീ ഞങ്ങളെ വാരിപ്പുണർന്നല്ലോ. ഞങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ തകർന്നു പോയ ആ അവസ്ഥകളുടെ ഒക്കെ നടുവിലും നീ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയല്ലോ. ദൈവമേ, നീ നൽകിയ സമാധാനത്തിന്, സന്തോഷത്തിന്, ആനന്ദത്തിന് എല്ലാം നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ഈശോ നിന്നെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഈ ആലയത്തിൽ വരുന്നവര്, സ്വഭവനങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, എല്ലാവരുടെയും നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവേ, നീ ഈ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നീ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന